ഇന്നലെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചതോടുകൂടി ശ്രേയസ് നഷ്ടപ്പെട്ടത് ഒരു വലിയ റെക്കോർഡാണ്. അതായത് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കിങ്സ് 11 പഞ്ചാബിനെ 3 മത്സരത്തിൽ തുടർച്ചയായിട്ട് വിജയത്തിലെത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി മാറാനുള്ള ഒരു വലിയ റെക്കോർഡാണ് ശ്രേയസ് അയ്യറിന് ഇന്നലെ നഷ്ടപ്പെട്ടത്. രാജസ്ഥാൻ റോയൽസ് വിജയിച്ചതോടുകൂടി ഈ റെക്കോർഡ് ശ്രേയസ് അയ്യറിന്റെ ഭാഗത്തു നിന്നും പോയിരിക്കുകയാണ്. ഇന്നലെ മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പല കമന്റേറ്റർമാരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. നമുക്കറിയാം, കിങ്സ് 11 പഞ്ചാബിലെ പല ക്യാപ്റ്റന്മാരും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ അയ്യറുടെ ക്യാപ്റ്റൻസി വളരെ മികച്ചത് തന്നെയാണ്. കാരണം ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു കിങ്സ് 11 പഞ്ചാബ്. എന്നാൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെതിരെ മാത്രമായിരുന്നു ഒരു മോശം പെർഫോമൻസ് ടീമിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഇന്നലത്തെ മത്സരത്തിൽ ശ്രേയസ് അയ്യർ വമ്പേ പരാജയമായിരുന്നു. ഒരു പക്ഷേ ഇന്നലെ വിജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കിങ്സ് 11 പഞ്ചാബിന്റെ ചരിത്രത്തിൽ 3 മത്സരം തുടർച്ചയായിട്ട് ആദ്യത്തെ 3 മത്സരവും തുടർച്ചയായിട്ട് കളി വിജയിപ്പിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള ബഹുമതിയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നലത്തെ വിജയത്തോടു കൂടി തകർത്തി വിട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു IPL-ലാവട്ടെ ശ്രേയസ് അയ്യർ ആദ്യത്തെ 2 കളിയും മികച്ച രീതിയിൽ തന്നെയായിരുന്നു. ഏതായാലും ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി ഇന്നലത്തെ മത്സരത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.